രണ്ടാമത്തെ സിസേറിയൻ സെഷൻ്റെ ഡേറ്റ് നാളെയാണ്. ഇനി 1-2 ദിവസത്തേക്ക് മുടിയൊന്നും കഴുകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മുടിയെല്ലാം സെറ്റ് ചെയ്ത് ലുഫിക്ക് ലഞ്ചും കൊടുത്ത് ഹോട്ടലിലാക്കിയിട്ട് ഞാനും ദാദയും കൂടെ ലേബർ റൂമിലേക്ക് പോവുകയാണ്. ലേബർ റൂമിൽ എത്തിയപ്പം ജൂനിയർ ഡോക്ടർ വന്ന് ഹിസ്റ്ററി എടുത്തു, സിസ്റ്റർ വന്ന് പൾസും BP എല്ലാം ചെക്ക് ചെയ്തു. പിന്നെ കുഞ്ഞുവാവയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് CT ചെയ്തു. സിസേറിയൻ്റെ ബോഡി പ്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ റൂമിലേക്ക് പോകുമ്പം ലുഫി നിൽക്കുന്ന വരാന്തയിൽ. ഭയങ്കര ഓട്ടമാണ്. ലുഫിക്ക് സ്വന്തം വീട് പോലെയാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ. എൻ്റെ കൂടെ എല്ലാ ചെക്കപ്പിനും വന്നതുകൊണ്ട് ലുഫിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ നല്ല പരിചയമാണ്. റൂമിലെത്തിയപ്പോഴേക്ക് സമയമൊക്കെ ലേറ്റായി. ലുഫീനെ പറഞ്ഞു വിടുകയാണ്. ഈ 3.5 വർഷത്തിൽ ആദ്യമായിട്ടാണ് ലുഫി ഞാനില്ലാണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നത്. അവൻ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞ് ലുഫീനെ ഹോട്ടലിലേക്ക് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഈ അവഗാഡ് സൊല്യൂഷനും കൊണ്ടുവന്നു. നമ്മുടെ ബോഡിയിലെ ബാക്ടീരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനാണ്. ഇത് കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ സിസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പാടില്ല, നിൽപ്പർ ഓറലാണ്. അത് കേട്ടപാട് ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു തുടങ്ങി. ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് അടയാണ് മേടിച്ചത്. നല്ല ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നല്ല സൂപ്പർ അടയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞാനും ദാദയും കൂടെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. രാത്രി ഒരു 10-11 മണിക്ക് കഴിക്കാനായിട്ട് ഈ ഒരു ബിസ്ക്കറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. നാളെയാണ് സിസേറിയൻ സെക്ഷൻ.